ഒന്നാമത്തെ കാര്യം നീതിമാനായ ഭരണാധികാരികളില്ലാത്തതാണ്. രണ്ട്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളില്ലാത്തത് കൊണ്ടാണ്. മൂന്ന്, തിന്മ കണ്ടാൽ തിരുത്തുന്ന നന്മ ഉപദേശിക്കുന്ന പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇല്ലാത്തത് കൊണ്ടാണ്. നാല്, വനിസാഉഹും മസ്തൂറാത്ത് യതബറജന തബറജൽ ജാഹിലിയത്തിൽ ഊലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാലാമത്തെ കാരണം എന്തെന്നറിയുവോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലും തോപ്പിച്ച് കളയുന്ന രീതിയില്, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയില് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്നോട് ദേശം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല. നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന നാളെ അല്ലാഹു നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട്, അല്ലാഹുവേ, ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ, അവളുടെ നടത്തവും അവളുടെ സ്വഭാവവും അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എന്തേ സംഭവിച്ചത്? എന്തെല്ലാം കോമാളിത്തരങ്ങളാണ്, എന്തെല്ലാം പേക്കൂത്തുകളാണ്. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. അവൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടവളാണെന്നുള്ള ഓർമ്മയില്ല. ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മറന്നു പോവുകയാണ്. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, അല്ലാഹുവേ, പണ്ടുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരുത്തനെ കാണുന്നത് പേടിച്ചിരുന്ന ഒരു കാലമുണ്ട്, ലജ്ജയുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അവന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ കാലമുണ്ട്. പക്ഷേ ഇന്ന് പടച്ചവനെ, എന്റെ സഹോദരിമാര് പടച്ചവനെ ടിക്ടോക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പെങ്ങള്? 15ഉം 20ഉം വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ, 40 തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്നതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. പെങ്ങളെ, 15 വയസ്സുകാരിക്ക് പക്വതയെത്തിയില്ല. ഈ 40 തികഞ്ഞ കിളവിയായ നിനക്കിനി എന്ന് പക്വതയെത്താരാ? 40 തികഞ്ഞ ഉമ്മ 18 വയസ്സുകാരിയായ 20 വയസ്സുകാരിയായ മകളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മയാണ്. അല്ലാഹുവേ, തന്റെ പൊന്നാര മക്കള് തോന്നിവാസം കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, എന്തിനാ മോള്, നിനക്ക് ഈ രാജ്യത്ത് എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്നത് പറയുന്നവൻ അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരപേക്ഷയേ ഉള്ളൂ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ. എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? അതൊരു പുണ്യമായ വസ്ത്രമല്ലേ? അത് ആയിഷ ബീവി ധരിച്ചതല്ലേ? അത് ഖദീജ ബീവി ധരിച്ചതല്ലേ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ ഘട്ടമായ ഫാത്തിമ ബീവി ധരിച്ചതല്ലേ? ഒരുപാട് മഹദികൾ ധരിച്ച ഫർദയല്ലേ മോള്? എന്തിനാ അതിട്ടുകൊണ്ട് നീ ഈ പണി കാണിക്കുന്നത്? നിനക്കതൊന്ന് ഊരിയിട്ടുകൂടെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, പടച്ചവനെ ഇന്ന് ആരെയും മറന്നുപോയി. അല്ലാഹുവിനെ മറന്നു, റസൂലുള്ളാഹിനെ മറന്നു, വാപ്പയെ മറന്നു, ഉമ്മയെ മറന്നു, ഗുരുനാഥനെ
മറന്നു, എല്ലാവരെയും മറന്നു. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ എന്തിനെന്റെ പ്രിയമുള്ളവരെ ഇന്ന് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാൽ പഠിച്ചവരെ തന്റെ കണ്ണിന്റെ മുന്നിൽ ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, വാപ്പയുടെ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്, തന്നെ പോലെ ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങളിരിക്കുന്നുണ്ട്. ഇതെല്ലാവരും മുന്നിലിരിക്കുമ്പോഴും അമുസ്ലിമായ കൂട്ടുകാരന്റെ മടിത്തട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എങ്ങനെ കഴിയുന്നടി നിനക്കിങ്ങനെ കാണിക്കാറ്? ആരിരുന്നാലും നാണമില്ല. അവന് ലജ്ജയുണ്ട്, അവന് ലജ്ജയുണ്ട്. പക്ഷേ നമ്മുടെ സമുദായത്തിന് ലജ്ജയില്ല. അവനൊടിഞ്ഞു മാറിയാലും വിടില്ല. അവന്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് ഉസ്താദന്മാരുടെ മുന്നിലിരുന്ന് സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബേ തന്റെ വികാരം തീർക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിന്നെ ചോദിക്കാനും തടയാനും ആരുമില്ല. എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അതിനാ നിനക്കെതിരെ ആരെങ്കിലും പറഞ്ഞ അവനെ പിടിച്ചകത്തിടാനും ആളുണ്ട്, നിനക്ക് പ്രോത്സാഹനം തരാൻ ആളുണ്ട്, നിനക്ക് കൊടി പിടിക്കാൻ ആളുണ്ട്, നിന്നെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു ദിവസം നിനക്ക് വരുമ്പോ നീ ഇവരെ എല്ലാവരെയും വിളിക്കണം മോള്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നിന്റെ കൂടെ എല്ലാവരുമുണ്ട്. പക്ഷേ ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ ഫകസഫിനാ അൻക ഇതാക ഫബസറുക അൽയൗമ ഹദീദ്. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അനുയായികളും ഇറങ്ങി വരും. അവർ പറയും കൊണ്ടുപോകാമെന്നതാടി, നിന്നെ റൂഹ് പിടിക്കാമെന്നതാണ്. വിളിക്ക് കൊടി പിടിച്ചവര്, പ്രോത്സാഹനം തന്നവര്, കൂടെ നടന്നവര്, സൈർ ചെയ്തവര്, നിനക്ക് ലൈക്ക് തന്നവര്, എല്ലാവരെയും വിളിക്കില്ല. പടച്ചവനെ ആ മരണത്തിന്റെ രംഗം ഇങ്ങനെ കടന്നു വരുമ്പോ അതാ അവരുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വകീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. മലക്കുകൾ പറയുന്ന ദിവസം ആര് വരുമടി നിന്നെ രക്ഷിക്കാൻ? ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരാ നിനക്ക് വരുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളെ ഇന്നിങ്ങനെ നടക്കുമ്പോ അള്ള നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഓന്തോടിയാൽ എവിടെ വരെ ഓടും പെണ്ണ്, നീ പോയാൽ എവിടെ വരെ പോകുമടി? ഈ ഓട്ടത്തിനൊരവസാനമുണ്ട്. അള്ള പറയുകയാ, അള്ള പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാൽ ഒരു ദിവസം നീ എന്റെ മുന്നിൽ തിരിച്ചു വരുമടി. നീ എവിടെ പോയാൽ നാളെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, ഇന്നെല്ലാ ഫ്രണ്ട്ഷിപ്പാണ്. ഇവന്റെ കയ്യിൽ പിടിച്ചാലും കുറ്റം പറയാ പാടില്ല. ഇന്നലക്ക് കൂട്ടുകാരാണ്. പെങ്ങളെ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറഞ്ഞത്. അല്ല വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അടുക്കല്ല്, നിങ്ങൾ അടുക്കല്ല്. അവന്റെ കയ്യിൽ പിടിക്കുന്നത് വ്യഭിചാരമാണ്. അവനെ കാണുന്നത് വ്യഭിചാരമാണ്. അവനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. അവൻ പറയുന്നത് കേൾക്കുന്നത് വ്യഭിചാരമാണ്. അവനെ കുറിച്ച് ചിന്തിക്കുന്നത് വ്യഭിചാരമാണ്. ഇത് വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. ഇങ്ങനെ വ്യഭിചരിക്ക് നടക്കുന്നവന്റെ ആയുസ് കുറവാണ്. ഇങ്ങനെ
ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ് പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, അഹങ്കാരം കുറയ്ക്ക് പെണ്ണേ, ഒന്ന് താഴെ ഇറങ്ങടി പൊന്നുമോള്. 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം ഈ 18 വയസ്സിന് നീ ചെയ്തില്ലേ പൊന്നുമോള്. 20 വയസ്സുള്ള 25 വയസ്സുള്ള പെങ്ങളോട് ഞാൻ ചോദിക്കുകയാ, നിന്റെ ഉമ്മയുടെ ഉമ്മ 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിച്ചവരാ. നിന്റെ അടുക്കൽ എത്രയോ പ്രായം ചെന്ന ഉമ്മ ഇരിപ്പുണ്ട്. ആ ഉമ്മ 60 കൊല്ലം കൊണ്ട് ചെയ്യാത്ത പാപം മോളെ നിന്റെ ഈ ചെറിയ പ്രായത്തിൽ ചെയ്ത് കളഞ്ഞില്ലേടി. ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായി കൂടെ, ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് നിർത്തിക്കൂടെ. എന്റെ യുവത്വത്തോട് എനിക്ക് പറയാറുള്ളത്, എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകന് 3 വിഭാഗം പെണ്ണുങ്ങളെ ശപിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിരിക്കുകയാ. അവൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ, അവൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ. അല്ലാഹു ശപിച്ചാ നന്നാകുവോ മോളെ? അല്ലാഹു ശപിച്ചാ നന്നാവോ? ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് അല്ലാഹു ശപിച്ച 3 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ വിഭാഗമാരാ, അതിലെ ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം പച്ചകുത്തുന്നവരാ. ഇന്ന് പച്ചകുത്തുന്നത് ഒരു വല്ലാത്ത ട്രെൻഡാണല്ലോ. ശരീരത്തു പച്ചകുത്തുന്നത് ഇന്ന് വല്ലാത്ത ട്രെൻഡാണല്ലോ. നേരത്തെ ആണുങ്ങൾ മാത്രമാണ് ചെയ്തതെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളിലേക്കും കടന്നു വന്നിരിക്കുകയാ. അവളുള്ള വീട് നേരെയാകൂല. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളുള്ള വീട്. എന്റെ റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ ഭാര്യയുണ്ടോ, നിന്റെ മക്കളുണ്ടോ, നിന്റെ കൂടപ്പിറപ്പുണ്ടോ, അല്ലാഹു ശപിച്ച 3 വിഭാഗത്തിൽ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? റസൂലുള്ളാഹി പറയുകയാ, പച്ചകുത്തുന്നവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ചെറുപ്പക്കാരാ, നീ ചോദിക്കുമല്ലോ, ഉസ്താദേ എന്ത് ചെയ്തിട്ടും ഞാൻ എന്തേ നേരെയാകാത്തത്? ഞാനെന്ത് കച്ചവടം ചെയ്താലും പൊളിയുന്നല്ലോ, എന്തെല്ലാം ഉണ്ട് ഉസ്താദേ, പറക്കത്തില്ലല്ലോ, വയറ് നിറയുന്നില്ലല്ലോ, തൃപ്തിപ്പെടാ കഴിയുന്നില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, വീട്ടിൽ പോയിട്ട് നോക്കടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ച റബ്ബ് ശപിച്ച രണ്ടാമത്തെ വിഭാഗമാരാ? സൗന്ദര്യത്തിന് വേണ്ടി മുഖത്തെ മുടി പറിച്ചു കളയുന്ന പെണ്ണ്. നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ പിരിയത്തിൽ നോക്കടാ ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന തെറ്റ് കണ്ടാ തിരുത്തേണ്ടവനാണ് നീ. നിന്റെ പെങ്ങളുടെ നെറ്റിയിൽ അവരുടെ മുഖത്തേക്ക് നോക്ക്, നിന്റെ സഹോദരിയുടെ മുഖത്ത് നോക്ക്, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെമ്മക്കളുടെ മുഖത്ത് നോക്ക്. ഇന്ന് പെണ്ണുങ്ങളല്ല സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പടച്ചവനെ അവരുടെ ശരീരത്തിലെ മുടി പിടിത് കളയുകയാണ്. ഇന്നെല്ലാം മോഡലാ, പുടുത്ത നാറുപടി പൊന്നുമോള്, മണ്ണ് തിന്നണ്ട ശരീരവാ. എത്രയൊക്കെ സൗന്ദര്യമുള്ളവളാണെങ്കിലും 3ന്റെ അന്ന് കബറങ്ങാടം പൊളിച്ചാ അല്ലാഹുവേ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾ കൂടി ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ലറേഷന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ഇതെല്ലാം പുഴുക്കൾ തിന്നുന്ന ഒരു ദിവസം വരാനുണ്ട് മോളെ.
നിന്റെ സൗന്ദര്യം നാട്ടുകാർക്ക് കാണാനുള്ളതല്ല. നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാ. നാട്ടുകാരുടെ മുന്നിൽ സൗന്ദര്യമുള്ളവളാണെന്ന് തെളിയിക്കാ. തന്റെ മുഖത്തിലെയും തന്റെ പെരിയത്തിലെയും മുടി പിഴുതു കളയുന്ന ഉമ്മമാരെ, അല്ലാഹു ശപിച്ചവളാണ് നീ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണ് നീ. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണോ ഈ മഹാനിന്റെ ചാരത്ത് വന്നിരിപ്പുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരന്ന് തൗബ ചെയ്തോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരന്നിട്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിന്റെ സ്നേഹം നേടാതെ പോകല്ലേ. മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ, നരച്ച മുടി മറയ്ക്കുന്നവരാ. പടച്ചവനെ ഇന്ന് പ്രായം മറയ്ക്കാതെ, ഇന്ന് പ്രായം മറയ്ക്കാ പടച്ചവനെ നരച്ച മുടിയുടെ മുന്നില് എന്റെ പ്രിയപ്പെട്ടവരെ കറുത്ത പെയിന്റടിച്ചിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നീ ശാപം കിട്ടിയവളാണ്, പടച്ച റബ്ബിന്റെ ശാപം കിട്ടിയവളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, ഈ പറയുന്ന മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? അവർ അല്ലാഹുവിന്റെ ശാപം വാങ്ങുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പടച്ചവനെ ഭയന്ന് ജീവിക്കൂ. അല്ലാഹുവിനെ മറന്നു പോകല്ലേ, വന്ന വഴി മറന്നു പോകല്ലേ. നിങ്ങളെ എല്ലാ പാവങ്ങളും കെടികളാ. ഇടയ്ക്കിടയ്ക്ക് നോവല് വായിക്കുന്നതൊക്കെ എടുത്ത് മാറ്റൂ. എന്തിനാ സിനിമാ താരങ്ങളെ കണ്ടുപിടിക്കുന്നത്, സീരിയൽ നടിമാരെ കണ്ടുപിടിക്കുന്നത്, മോഡലുകളുടെ ചരിത്രം വായിക്കുന്നത്? നിങ്ങളെ നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്റെ കാല് കാടാരടകുള്ള, നിന്നെക്കാലും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞിരുന്ന എത്രയോ മഹദിമാരുണ്ട്. ആയിഷ ബീവിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്, ഖദീജ ബീവിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്, ഫാത്തിമ ബീവിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഒരുപാട് സഹാബി വനിതകളുടെ ചരിത്രം നിനക്ക് പഠിക്കാറില്ലേ? നഫീസത്തുൽ മിസ്രിയ എന്തൊരു സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു. ആ മിസ്റിന്റെ മാണിക്യത്തിന്റെ ചരിത്രം നീ വായിച്ചു നോക്കാത്തതെന്തേ? റിന്നൂറിൽ മിസ്രിയാനെ നിനക്കറിയുമല്ലോ, മൈമൂനത്തിൽ മിസ്രിയാനെ നിനക്കറിയുമല്ലോ. ഒരുപാട് മഹദികളുടെ ചരിത്രം നിനക്ക് പഠിക്കാനുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ അവരൊക്കെ അവരുടെ ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താ തീരുമാനിച്ചോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പടച്ച റബ്ബിന്റെ ദീൻ മറന്നു പോകുന്ന ഏത് വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കാൻ തയ്യാറാകുന്ന യുവത്വേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ദഖൽതുൽ ജന്ന വസമിഅത് ഖശബതൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ അതാ മുത്തുനബിയുടെ മുന്നിലൂടെ സ്വർഗ്ഗത്തിൽ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ സ്വർഗ്ഗത്തിൽ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത അത്ഭുതമായി പടച്ചവര്, എന്നെക്കാലം മുമ്പേ സ്വർഗ്ഗത്തിൽ ഒരു പെണ്ണ് കടന്നു പോകുന്നു. മുത്തുനബിയാണ് സ്വർഗ്ഗം തുറക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഫഖുൽതു മൻ ഹൗലാ, ആരാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ? ആ സമയത്ത് മലക്കുകൾ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദിഹി റുമൈസ, അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ.
ആരാണ് റുമൈസ എന്നറിയുമോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവാണ് മഹ്ദി ഉമ്മു സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ആ സഹാബി വനിതയുടെ ചരിത്രം അറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ്. അല്ലാഹുവേ, മഹ്ദിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് പെങ്ങള്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വർഗം കിട്ടാൻ എന്തൊക്കെ ത്യാഗം സഹിച്ചവനെന്നറിയുമോ? പരിശുദ്ധ ദീനിനെ കുറിച്ച് കേൾക്കുകയാണ്, മുത്തുനബിയെ കുറിച്ച് കേൾക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മുസ്ലിമാവുകയാ. അല്ലാഹുവിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് കടന്നു വരികയാണ്. മുസ്ലിമായിട്ട് ഉമ്മു സുലൈം എന്ന പെണ്ണ് തന്റെ പൊന്നാര അനസ് എന്ന് പറയുന്ന പിഞ്ചു മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മാലിക് എന്ന ഭർത്താവ് പറയുന്ന ഉമ്മു സുലൈം, എനിക്ക് നിനക്ക് എന്നെ വേണോ, പുതിയ മതം വേണോ? നിനക്ക് ഇസ്ലാം മതമാണോ വേണ്ടത്, എന്നെയാണോ നിനക്ക് വേണ്ടത്? ഭർത്താവ് തന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ പിഞ്ചു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മു സുലൈം പറയുന്നു, മാലിക്കേ, എനിക്ക് നിങ്ങളെക്കാളും വലുത് അല്ലാഹുവിന്റെ ദീനാ. എനിക്ക് പടച്ച റബ്ബിനെയാ വേണ്ടത്, എനിക്ക് മുത്തുനബിയാണ് വേണ്ടത്. ഉമ്മു സുലൈം, മതം കളഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെ ഉപേക്ഷിക്കും. ഉമ്മു സുലൈം, ഭർത്താവ് പറയുകയാ, നിന്നെ ഞാൻ ഉപേക്ഷിക്കും. ഈ പിഞ്ചു മകനെയും കൊണ്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയാൻ എനിക്ക് പറ്റൂല. എനിക്ക് അല്ലാഹുവിനെ വേണം, എനിക്ക് മുത്തുനബിയെ വേണം, എനിക്ക് എന്റെ ദീൻ വേണം. അതുപോലെ നിങ്ങളെയും എനിക്ക് വേണം. നിങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അതാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി കേൾക്കുമ്പോൾ മാലിക് എന്ന് പറയുന്ന ഭർത്താവുണ്ടല്ലോ, പടച്ചവനെ തന്റെ പൊന്നാര മകനെ കയ്യിലേൽപ്പിച്ചിട്ട് അവിടെ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്. ചോര കുഞ്ഞിനെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മു സുലൈം നിന്ന് കരയുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. മുസ്ലിമായതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. ഉമ്മു സുലൈം തകർന്നില്ല. അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. അല്ലാഹുവേ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വളർത്തുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ എല്ലാവരും സമ്മാന പൊതിയുമായിട്ട് ഓടുകയാണ്. മുത്തുനബിയുടെ കയ്യിൽ കൊണ്ടുപോയി സമ്മാനം കൊടുക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരുന്ന് കരയുന്നു, അല്ലാഹ്, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ, മുത്തുനബിക്ക് കൊടുക്കാ, ലോകത്തിന്റെ നേതാവിനെ കൊടുക്കാ. കണ്ടിരുന്ന ആദ്യമായിട്ട് മുത്തുനബിയെ കാണുമ്പോ കൊടുക്കാ തന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഉമ്മു സുലൈം വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. എന്നിട്ട് തന്റെ പൊന്നാര മകനെയുണ്ടല്ലോ, അനസ് എന്ന് പറയുന്ന 10 വയസ്സുള്ള തന്റെ പൊന്നാര മകനെ ഒരുക്കുകയാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തന്റെ പൊന്നുമോനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം തേച്ചിട്ട് തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാ. അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ ചോദിക്കുന്നു, എന്തിനാവുമ്മ കരയുന്നത്, എന്തിനാവുമ്മ കരയുന്നത്? തന്റെ പൊന്നാര മകന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഉമ്മു സുലൈം കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാവരും അങ്ങേക്ക് സമ്മാനം കൊണ്ടുവന്ന് തരുന്നുണ്ട്.
വിലപിടിപ്പുള്ള സമ്മാനങ്ങള് എല്ലാവരും അങ്ങയുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവളാ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം അല്ലാഹുവും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എനിക്കിന്ന് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പൊന്നുമകൻ അനസിനെയാണ് നബിയേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ 10 വയസ്സുള്ള പൊന്നുമോനെയാ. അങ്ങയുടെ കയ്യിൽ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. 10 വയസ്സുകാരനായ അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവനെ എടുത്തോ നബിയേ, എന്റെ പൊന്നുമോനെ എടുത്തോ നബിയേ. അങ്ങയുടെ ചെരുപ്പെടുത്ത് തരാൻ, അങ്ങക്ക് വെള്ളമെടുത്ത് തരാൻ, അങ്ങക്കൊരു സാധ്യമായിട്ട് എന്റെ പൊന്നുമകനെ എടുത്തോ നബിയേ. അനസ് എന്ന് പറയുന്ന 10 വയസ്സുള്ള 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും പ്രസവിച്ച തന്റെ പൊന്നാര 10 വയസ്സുള്ള മകന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഉമ്മ പറഞ്ഞതെന്തെന്നറിയുവോ മോനെ അനസ്, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് കാണുമ്പോ ഈ ഉമ്മാനെ നീ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്, എന്നെ നീ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് തന്റെ പൊന്നുമകന്റെ കൈ പിടിച്ച് കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനിന്റെ ചാരത്ത് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കുകയാ, ആ ഉമ്മ സുലൈം കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗം ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗമെന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമ്പണ്ട്. അന്ന് ശ്വസിക്കാ, അതൊന്ന് ശ്വസിക്കാ നമുക്ക് അർഹതയുണ്ടോ പെങ്ങള്? അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാ, അഹങ്കാരമൊക്കെ മാറ്റുമോളെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത് ഞാൻ നിർത്തുകയാണ്. ഇന്നലെ കണ്ടവനെ എന്ന് കാണാത്ത ദുനിയാവാ. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമുക്കൊന്നും രോഗമില്ലല്ലോ, ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, കിഡ്നി തകർന്നിട്ടില്ലല്ലോ, എനിക്ക് പ്രായമായില്ലല്ലോ, ഞാനിപ്പോഴെങ്ങും മരിക്കൂല, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ഒരു ധാരണ നമുക്കുണ്ട് മുസ്ലിമേ. എങ്കിലാരാ പറഞ്ഞത്, എങ്കിലാരാ പറഞ്ഞത്, തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ إلى جنة ليل هل تحيسوا إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا لا تجري. കവി എവിടെന്ന് ചോദിക്കുകയാണ്, കവി എവിടെന്ന് ചോദിക്കുകയാ. നമ്മുടെ ചില പ്രവർത്തനങ്ങളും നടത്തവും നമ്മുടെ ജീവിതവും കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെ ഇങ്ങനെ നടക്കുന്നവരോട് കവി ചോദിക്കുകയാ, ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി. രാവിലെ സലാം പറഞ്ഞിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയടാ? രാവിലെ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയി? രാവിലെ പാതിരാത്രി ഭക്ഷണം കഴിച്ച് ഉമ്മയുടെ കൂടെ കിടപ്പറയിലേക്ക് കടന്ന നിന്റെ വാപ്പ എവിടെ? നിന്റെ ഉമ്മ എവിടെ? രാവിലെ പോയവർ വൈകുന്നേരം തികച്ചില്ല, വൈകുന്നേരത്തെ കടന്നവര് രാവിലെ എഴുന്നേറ്റില്ല. കണ്ടില്ലേടാ കൊണ്ടുപോയത്? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ.
വെള്ള തുണിയിലേക്ക് കുളിപ്പിച്ചിട്ട് നിന്റെ വാപ്പാനെ കൊണ്ടുകിടത്തി, നിന്റെ ഉമ്മാനെ കൊണ്ടുകിടത്തി, നിന്റെ കുടുംബത്തിലെ പലരെയും കൊണ്ടുകിടത്തി, മൂക്കിന്റെ താരത്ത് പഞ്ഞിയെടുത്ത് വെച്ചു, ചെവിയിലും വായിലും കണ്ണിലുമെല്ലാം പഞ്ഞിയെടുത്ത് വെച്ച് 3 കഷ്ടം വെള്ള തുണിയെടുത്ത് പൊതിഞ്ഞിട്ട് അതാ തലയിലും കാലിലും തുണിയങ്ങ് ചുരുട്ടിയിട്ട് 3 കെട്ട് കെട്ടിയിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിനകത്ത് എടുത്തു വെച്ച് 6 പേര് ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കുടിച്ചിട്ടില്ലേടാ? എന്തേ ചിന്തിക്കാത്തത്? നീ വിചാരിച്ചോ ക്യാൻസർ ഉണ്ടെങ്കിലേ മരിക്കുമെന്ന്, ട്യൂമർ വന്നാലേ മരിക്കുമെന്ന് നീ കരുതിയെങ്കിൽ ഇല്ലടാ. വകമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തി, ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണും മരിച്ചു പോകുന്നടാ ചെറുപ്പക്കാരാ. കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ചങ്ങനാശ്ശേരിയിലെ റബ്ബേ 28-ാം തീയതി 27-ാം തീയതി ചങ്ങനാശ്ശേരിയിലെ മക്കാമിൽ കിടക്കുന്ന കറുത്ത തങ്ങളുടെ ആണ്ട് നേർച്ചയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മഹല്ലില്, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലില് അതാ 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ പടച്ചവനെ ഗൾഫിൽ നിന്ന് വന്നതാണ്, ഗൾഫിൽ നിന്ന് വന്നതാണ്. തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് വിട്ടിട്ട് വാപ്പ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഒരു ദിവസമേ കഴിഞ്ഞുള്ളൂ. 18 വയസ്സുള്ള പൊന്നുമോ ഭക്ഷണം കഴിഞ്ഞിട്ട് കിടന്നതാ. സുബഹിക്ക് എഴുന്നേറ്റില്ല മോനെ. ചെന്ന് നോക്കുമ്പോ അവന്റെ ശരീരം തണുത്ത് വിറച്ചിരിക്കുകയാ. അവന് ക്യാൻസർ ഇല്ല, അവന് ട്യൂമർ ഇല്ല, ഒരു മാരക രോഗവുമില്ല. അവൻ അറ്റാക്ക് ഉണ്ടാകാ, കൊളസ്ട്രോൾ ഇല്ല, ബ്ലോക്ക് വന്നിട്ടില്ല. രാത്രി കിടക്കുമ്പോ ഒരു തലവേദന പോലുമില്ലാത്ത 18 വയസ്സുകാരൻ എന്നാറടി മണ്ണിന്റെ അകത്താ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസം. പടച്ചവനെ, എന്റെ പള്ളിയുടെ നമ്മുടെ പരിസരം കോട്ടയം ജില്ലയില് അതാ തന്റെ പൊന്നാര ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസമായി. 27 വയസ്സുള്ള ചെറുപ്പക്കാരന് വാപ്പയും ഉമ്മയും ഭാര്യയും ഒരുമിച്ചിരുന്ന് രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ചോറ് വാരിയിട്ട് വായിലേക്ക് വെക്കാൻ പോകുമ്പോ ഒന്ന് പുറകിലേക്ക് വീണു മോനെ. അനക്കമില്ലടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർ പറഞ്ഞു സൈലന്റ് അറ്റാക്കാ. എത്രയോ പിഞ്ചുമക്കളുടെ മയ്യത്ത് കബറടക്കി വരുന്നുണ്ട്, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കബറടക്കി വരുന്നുണ്ട്. എന്തേ നിനക്കും മരിക്കേണ്ടവനാണെന്ന് തോന്നാത്തതെന്താണ്? അതുകൊണ്ട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കോ, അതുകൊണ്ട് ഒരുങ്ങിക്കോ, സ്വന്തം കാര്യം നോക്കിക്കോ. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇത് മുത്തുനബിയുടെ മരണമെടുത്തു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്നറിയിച്ച 1ാമത്തെ അടയാളമാ. അതുകൊണ്ട് എനിക്കും നിങ്ങളോട്, എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത്, സമയമായി, ഈ ലോകം തകരാ സമയമായി. അതിന്റെ അഹങ്കാരമാ കാണുന്നത്. അല്ലാഹുവേ, അതിന്റെ മുമ്പുള്ള പ്രവർത്തനങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇടിഞ്ഞു വീഴാറായി. വേണമെങ്കിൽ ഒരുങ്ങിക്കോ, വേണമെങ്കിൽ നന്നായിക്കോ, വേണമെങ്കിൽ പടച്ച റബ്ബിന്റെ സ്നേഹം പിടിച്ചു പറ്റിക്കോ, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കിക്കോ. അതുകൊണ്ട് ഫസബ്ബിഹു ബിഹംദി റബ്ബിക, അല്ലാഹുവിലേക്കടുത്തോ, അല്ലാഹുവിലേക്കടുത്തോ. പടച്ച റബ്ബിന്റെ സ്നേഹം വാങ്ങി വെച്ചോ. ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറഞ്ഞോ. മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭൂമിയിൽ ദുരന്തമുണ്ടാകാൻ
ഉണ്ടാകാനുള്ള നാലാമത്തെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, ഉമ്മാന്റെ കാൽ ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെ ഞാൻ അവഹേളിക്കുന്നില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിങ്ങളിലെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ കാലത്ത് ജീവിച്ചിരുന്ന പെണ്ണുങ്ങളെക്കാലം തരതാഴ്ന്ന ജീവിതമാ. ഇരുണ്ട യുഗമെന്ന് വിളിക്കുന്ന ഡാർക്ക് ഏജിലെ പെണ്ണുങ്ങളെക്കാല് കഷ്ടവാ. ആ കാലമാണ് മോള് ദുരന്തങ്ങൾ വലിച്ചു വെക്കുന്നതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുങ്ങിക്കോ. അല്ലാഹുവേ, കരുണക്കടലായ നിന്റെ നിന്റെ അദാബുകളെ തൊട്ട്, നിന്റെ ദുരന്തങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. പടച്ചവന് ഞങ്ങളുടെ നാടുകള് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. ഈ സദസ്സ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നാടുകളെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഈ 4 കാരണങ്ങളാണ്. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.